ഇതെന്താണിത്? ഹലോ, എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? കേട്ടോടെ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരാളും കൂടെ ഉണ്ടാട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുണ്ടുമണി എന്നാണ് ഞാൻ പേരടിക്കുന്നത്. ഡുണ്ടുമണി അല്ലല്ലേ, കുണ്ടുമണി. ഇതെന്താണ് സംഭവം ശരിക്കും? ഇതെന്താണ് മുഖത്ത് രണ്ട് കുത്തൊക്കെ ഉണ്ടല്ലോ? ഇതെന്ന് വെച്ചാലേ നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് ഒരു പരിപാടി, നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ആ പുള്ളിക്കാരന്റെ മോനായിട്ട് വരും കേട്ടോ. പുള്ളിക്കാരൻ ടേക്ക് കെയർ ചെയ്യാൻ തന്നിരിക്കുകയാണ് കേട്ടോ. ഇവര് സൂക്ഷിക്കണം, ഇവന്റെ കൂടെ ബാക്കിന്നാരോ നടക്കുമെന്നൊക്കെ പറഞ്ഞ. അല്ല അവനെ ചെയ്യല്ലേ, പാവം ചെറുക്കാനാണ്. ഒരു ദുസ്വഭാവം, ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണേ, മിസ്ബിഹേവ് ചെയ്ത്. നല്ല കുട്ടിയാണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ വേണോ വരും. നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞാലേ ഇവനെ അങ്ങ് സംരക്ഷിക്കുക. ഇവന്റെ ബാക്കിൽ നിന്ന് ഒരു ഞാൻ നേരത്തെ പറഞ്ഞു പാട്ടിലുള്ള ആള് ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട്. ആളെ മോനാണ്, പക്ഷെ ആളെ അങ്കിൾ ഇച്ചിരി ഇഷ്യൂ ആണ്. ഒക്കെ രണ്ടുപേരെ കാണാൻ ഒരേപോലെയാണ്. കുടുംബശ്രീ പോലെയാണ്, കുറച്ച് സ്റ്റോറിയിലേയും കടക്കാതിരിക്കണുള്ളൂ. എന്റെ വീട്ടിലുണ്ട് ഇതേപോലത്തെ രണ്ടെണ്ണം. പൂച്ച, എന്റെ പൂച്ച ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ യൂണിഫോം ഉണ്ടോ, നമ്മുടെ ഷർട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്നിട്ട് ഇടിച്ചു കൊടുത്ത നിന്റെ പേരെന്തായിരുന്നു? ഡുണ്ടുവാ ഞാൻ മറന്നു. കിങ്ങിണി മോറാന്ന് വിളിച്ചാലേ. കിങ്ങിണി മോറല്ല. പിന്നെ പുള്ളിക്കാരെ സൂക്ഷിക്കണം കേട്ടോ. ആ വീട്ടിലൊന്നും കാണാൻ പുള്ളിക്കാരൻ ഇഷ്ടമല്ലേ. നമുക്ക് ഇരുട്ടത്ത് കൂടി കൊണ്ടുപോകാൻ. എനിക്ക് പിള്ളേരെ ടോർച്ചർ ചെയ്യണമെങ്കിൽ ഇഷ്ടമാണ്. ഞാൻ തിന്നാ കോലുമിട്ടാക്കി എടുത്ത് എറിയും മോളോട്ട്. അങ്ങനത്തെ ചെയ്യുന്നു. താഴോട്ട് പോയാൽ വിളിച്ചാറ്റി എന്റെ വട്ടിയേറ്റും. അവന്റെ ആരവന്റെ തന്തപ്പൊടിയാ, വരട്ട് തന്തപ്പൊടിയല്ല, മാമനാണ് ഇച്ചിരി ഇഷ്യൂ. മാമൻ ഇച്ചിരി ബുള്ളിയാണ്. നിങ്ങൾക്ക് മാമന്മാര് കാണുമല്ലോ. ചെറുക്കൻ പേടിച്ചാട്ടോ, ചെറുക്കൻ പേടിച്ച് ഹെൽപ്പ് ചെയ്യണം. സിസ്റ്റമിന്റെ ക്രീപ്പർ ഇവിടെ നിൽക്കണ്ട. ചെറുക്കനെ സേവ് ചെയ്യലാണ് അപ്പൊ നമ്മളെ പണി. നമ്മ ബോഡി ഗാർഡാണ്. അപ്പൊ ടേക്ക് കെയറിംഗ് ആണ് നമ്മളൊന്ന്. നമുക്കത് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തെക്കോടക്കാനായിരുന്നു ഓടണം. ഹെൽപ്പ് ചെയ്യണം. എന്നെ ടേക്ക് കെയർ ചെയ്യാൻ അവിടെ ആരും ഇല്ല. പിന്നെ നീ പശു ആടാ ടേക്ക് കെയർ ചെയ്യാൻ. എന്തിനാണ് നടക്കണം? മക്കള് വരുന്നുണ്ടോ? കോലുമിഠായി മേടിച്ചരാം, പല മിഠായി മേടിച്ചരാം. അങ്കിളുടെ ഒരു കൂട്ടുകാരുണ്ട്, അയാളെ കാട്ടിത്തരാം. പേര് ആ കൂട്ടുകാരന്റെ ഇരട്ട പേര് സ്നൈപ്പർ. അനുസരിച്ചുള്ള നല്ല ഇറക്കാനാണ്, നല്ല ഐശ്വര്യമുള്ള കൂട്ടത്തിലുള്ളതാണ്. പണ്ടാരത്തിന്റെ മോളോട്ട് എത്തണ്ടേ ഒരു മൊത്തം നേടാ. അയ്യോ, കാണുമ്പോ എടുത്ത് എറിയാത്തോട്. എനിക്കെടുത്ത് മുഖം എടുത്ത് പീച്ചാൻ തോന്നുന്നു. ഓ നീന്ത നോക്കടാ, എന്നെക്കാളും വിഷയമായിട്ട് നീന്തണ്ടത്. അയ്യോ, കാലൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. നരനാണ്. ഫുഡ് കാണുന്നുണ്ട് ഗൈസ്, നമുക്ക് ഫുഡ് ഒപ്പിക്കാം. തമ്പുരാനെ പിടിച്ചടിക്കണോ കേട്ട് ഞാൻ എന്തോ രച്ചേട്ട്. എനിക്ക് പഞ്ചിങ് സൗണ്ട് പോലെ തോന്നിയത്. ഇവിടെ ഹേബൽ എന്തെങ്കിലും കാണോ ബ്രോ? ഈ ചെറുക്കനെ ഇവനെ കൊണ്ട് വന്നു ഏൽപ്പിച്ചാലാ നമ്മളാ ഡുണ്ടു മോനെയും ഈ വില്ലേജറിനെ. ചെക്കൻ നോക്കി കൊതി വരണ്ടെന്നെ തരൂല മോനെ. നമുക്കൊരു കാര്യം, നമുക്ക് മൈനിങ്ങിലോട്ട് പോകാം. മറ്റാളെ വന്നാൽ നമുക്ക് എന്തെങ്കിലും പ്രതിരോധിക്കണ്ടേ? മോന്ത മാറിയല്ലേ, ശ്രദ്ധിച്ചത്? വിഷമം വന്ന ബ്രോ. നേരത്തെ കൊട്ടു കൊടുത്തോണ്ടാണെന്നോ? പോരെ അതുപോലെ ഇനി വേണോ? ഇനി അടിക്കണോ? ബ്രോ ഹാപ്പി അല്ലേ? ചിരിച്ചില്ലടാ അവനിപ്പോഴും. നിന്നെ കൊന്നാ ചിലപ്പോ ശരിയായിരിക്കും. ഇരുന്നോട്ട് ആരും ഉണ്ടാവൂല. വില്ലേജർ മാമനുണ്ട്, മൂക്കിലൊന്നും പിടിച്ച് വലിക്കരുത്. വലിയൊരു സംഭവമാണത്. എന്റെ കണ്ണെന്താ എഴുന്ന് എഴുതിയ പോലെ ഉണ്ട്. കൺമശി എഴുതിയത് കൂടിപ്പോയി. പണ്ടുണ്ടല്ലോ അമ്മമാര് കൺമശിയൊക്കെ ഇട്ട് മൊത്തം ഇതാക്കണത് പിള്ളേരുടെ. എന്നിട്ട് ശ്വാസം മുട്ടുണ്ടാ? മാമല്ലേ മരണം നോക്കട്ടെ. ഇവിടെ ഒരു ഇഷ്യൂ ഇല്ല. ഇതെന്താണിത്? ഇത് മറ്റേ മാമനൊന്നും അല്ലത്. സാധനം തന്നെ ഉയർത്തെണീറ്റ് വന്നതാണ്. പറയുമ്പോ ഡ്രസ്സും കോസ്റ്റ്യൂമും എല്ലാം ഒരേപോലെ ഉണ്ടല്ലോ. കാണുമായിരുന്നു. പടച്ചൂനെ പേടിച്ച് അത് മണ്ണിന്റെ അടി പോയിട്ട് വേറെ റീസ്പോണും പോയി. തേങ്ങ നമ്മളിനി ആ വില്ലേജ് കണ്ടുപിടിക്കണല്ലേ. എത്തിയിട്ടുണ്ട്. മക്കള് പോയിട്ടുണ്ട്. മക്കള് ജീവിയായി മാറിയിട്ടുണ്ട്. രാത്രി ആയപ്പോ എനിക്ക് അല്ല ഇനി ഒരു അച്ഛമ്മന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ കണ്ട സീറ്റാമാരെയൊക്കെ നോക്കാനല്ലോ നമ്മുടെ പണി. പിന്നെ ഇതുപോലെ മറ്റേ റീൽസ് വരുന്നുണ്ട് കേട്ടാ. കരുത്തൊടിക്കുമ്പോഴത്തേക്ക് ആള് മാറും. പണ്ടാണ് പേടിച്ചോട്ടാ. ഫസ്റ്റ് ടിമിനിലൊന്നും നീ മായാജാലോ, പിന്നെ ആ സാധനം മണ്ണിന്റെ അടി. ഞാൻ മായാജാലോ ഒന്നും ആയല്ലോ. എന്നെ കൊന്നതാ വന്നപ്പോ തന്നെ. എനിക്ക് തോന്നണേ
രാവിലെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും. രാത്രി ആയപ്പോഴാണ് എന്റെ മോന്തൊക്കെ മാറിയത്. എനിക്ക് തോന്നണേ രണ്ടാമത്തെ സൗണ്ട് ഇവിടെ കേൾക്കണത് കേൾക്കണം. അങ്ങോട്ടാണെന്നോ വില്ലേജ്. അയ്യോടോ ഇതൊരു മിന്നലിത്. അയ്യോ നീ വീണ്ടും വിശപ്പിക്കരുത്. വീണ്ടും ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടിക്കില്ലേ കിട്ടും. നിന്നില്ല അവര് അച്ഛൻ വന്ന് കൊടുത്തോട്ട് പോയിട്ട് അച്ഛൻ വന്ന് കൊണ്ടുപോകണം. അതൊരു നമുക്ക് സഹിക്കാം. അല്ല കേട്ടോ ശ്രദ്ധിച്ചാ നീ ഇവ രാവിലെ ആയപ്പോഴത്തേന് സ്വഭാവം മാറി. എന്റെ മുഖമൊക്കെ വെളുത്ത്. രാത്രി ആയപ്പോഴാണ് വിഷയം കേട്ടോ. നാഗവല്യാണ് നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കാം. ഇതിനകത്ത് മറ്റേ ഷൂയാ മറ്റേ അവയില്ലേ ടിക്ടോക്ക് കളി. അതാണ് ഷൂഷിയ ജോക്കർ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു പുള്ളിക്കാരന് 6 ഡയമണ്ട് വേണമെന്ന്. ഇവനെന്തോ തളയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇവന് വേണ്ടി ആയിരിക്കും തളയ്ക്കാൻ എന്തോ ഡയമണ്ടിന് ആവശ്യമുണ്ട്. പൂജയ്ക്ക് എന്തോ ആണ്. നമുക്ക് പുള്ളിക്കാരൻ 6 ഡയമണ്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ കേവിന്റെ അത് പോകണം. ഇവനെ ഒറ്റയ്ക്കാക്കിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവൻ ട്രാൻസ്ഫോം ആവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇവനെ കൊണ്ടുപോകേണ്ട വരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ കൊണ്ടുപോകാം. പക്ഷെ ഇവനെ ഒരു ടോർച്ച് കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് നിൽക്കാം. നമ്മുടെ കൈ പിടിച്ചിരിക്കാം. ഒരു ഉപകാരമില്ല. കണ്ടല്ലോ ഉപകാരം. ബ്ലോക്ക് ഒക്കെ മൈൻഡ് ചെയ്യാൻ പുള്ളിക്കാരൻ്റെ പറഞ്ഞത് തുറന്നു വരും. പണ്ടാരം ഇതാര് വില്ലേജിന്റെ സൗണ്ട് കേൾക്കണം. അയ്യോ നമ്മളങ്ങനെ ഇവരെ കൊണ്ടുപോകാൻ ഡൈവേർട്ട് എടുക്കാൻ പറ്റൂല. തേഞ്ഞ സിറ്റുവേഷൻ ആണത്. ഓക്കെ ബാ ഇവന്റെ മോന്തൊക്കെ മാറി. പക്ഷെ എന്നാലും കൊണ്ടുപോവാ. അല്ല വീഡിയോ ഇല്ലേ. അയ്യോ നമ്മളെ മാംസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. പോടാ പട്ടി. കാലത്ത് നമ്മളൊരു കിടിലം വലിയ കേവിലെത്തിയാട്ടോ. അപ്പൊ നമ്മളിവിടുന്ന് ഡയമണ്ട് കണ്ടുപിടിക്കൽ വലിയ പാടാണല്ലോ. നമ്മളിന്ന് ചിൽഡ്രൻസ് ട്രോൾ ചെയ്യാൻ വീഡിയോ ആണ്. അതെ നമ്മുടെ ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ അയ്യോ ഇരുട്ടത്തോനും കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. ഇവിടെ കെൽട്ടോനടുത്ത് ഉടുക്കണായിരിക്കുമല്ലോ. എവിടെ കെൽട്ടോനെ എന്നിട്ടാ എങ്ങോട്ടൊക്കെ പോകുന്നത് വാഴ. എവിടെ ഇവിടെ ആരെ കണ്ടു ഞാൻ ഇപ്പൊ. എവിടെ നീ എങ്ങനെ നോർമൽ ആവും. ഇതൊക്കെ സൗണ്ടൊക്കെ കേൾക്കണം. പൊളി അവിടുത്തെ സൗണ്ടൊക്കെ കേൾക്കണം കേട്ടോ. നോർമലായി നോക്കണം. അയ്യോ എവിടെ ചെറുക്കാ. ഞാനൊരു കാര്യം ചെയ്യും. ഒരു ടോർച്ചുള്ള റൂമിന്റെ അകത്ത് ആക്കിയിടാം. നല്ലൊരു ഐഡിയ. നല്ലാണ് സാർ നാട്ടെ. ഞാൻ റൂമിലാക്കാൻ നോക്കിയപ്പോ ബ്ലോക്ക് 2 ഡയമണ്ട് നോക്കട്ടെ. ഞാൻ പൊളിച്ചോട്ടെ. സ്റ്റോൺ പിക്കാക്സ് ആണ്. 3 ഡയമണ്ട് 4 ഡയമണ്ട് 5 കറക്റ്റ് 6 വെച്ച് ഡയമണ്ട് ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഡയമണ്ട് ബ്ലോക്ക് ഉണ്ടാക്കണം കേട്ടോ. ഡയമണ്ട് ബ്ലോക്ക് ഉണ്ടാക്കാൻ 6 പോലെ 9 എണ്ണം വേണം. കളക്കേറ്റ് പോയി കളക്കേറ്റ് വേണട്ടോ. നമ്മളിന് 3 എണ്ണം ഒപ്പിക്കണം. ഇല്ല ഇത് താഴെ ഉണ്ടെന്നോട് മളറിനുണ്ട്. 7th ഡയമണ്ട് ഹോ ഗയാ 8th ഡയമണ്ട് ഹോ ഗയാ. ഒരു ഡയമണ്ട് കൂടെ ഒരു ഡയമണ്ടും കൂടെ മതി. ആ ഡയമണ്ടും കൂടെ ഞാൻ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കോളാണ്. ഒരു മിനിറ്റ്. പുള്ളിക്കാരന്റെ ഭാഷയിലാണ് എനിക്ക് മനസ്സിലാവില്ല. അതെ നോക്കാം. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഏത് പുള്ളിക്കാരൻ ഞാൻ കണ്ടില്ല. എനിക്ക് കാണുന്ന ആള് ഫോം വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു. അല്ല പുള്ളിക്കാരൻ കുറച്ച് ടിക്ടോക്ക് എടുക്കണ ബിസിയാണ്. സ്വാമിനെ കണ്ട തെക്ക് കൊടുക്കണം. അപ്പൊ ആ പൂജ എന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. പൂജ എനിക്കറിയാം കേട്ടോ. എനിക്ക് കുറച്ച് പൂജയൊക്കെ അറിയാം. കുറച്ച് ഡ്രസ് എടുത്തോ. നമുക്കൊരു ഗോൾഡും കൂടെ ആണ്. ഗോൾഡ് ബ്ലോക്കും കൂടെ ആണ്. ഒരു ഗോൾഡ് ബ്ലോക്ക് സിമ്പിൾ ആയിരിക്കും. ഇവിടെ ഗോൾഡ് ബ്ലോക്ക് ഡയമണ്ട് ബ്ലോക്ക് അത്ര മതി. പിന്നെ ഒരു റെസ്റ്റോൺ ബ്ലോക്ക് സാധനം കിട്ടി. ഡയമണ്ട് സെറ്റ്. ഓക്കെ ഡയമണ്ട് ബ്ലോക്കിന് വേണ്ടിയുള്ള ഡയമണ്ട് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നോക്ക് ഡയമണ്ട് ബ്ലോക്കില് യഥാർത്ഥ ഡയമണ്ട് 916 ഗോൾഡ് ആൻഡ് ഡയമണ്ട്. താങ്ക് യു. ആ ഗോൾഡ് കിട്ടി. എടുത്തിട്ട് നമുക്ക് മുകളിലോട്ടോ പോവാം. മോന്ത മാറിയിടേ. പണ്ടാരം മുകളിലോട്ട് പോകണമല്ലോ. ഇപ്പൊ വെന്തും ഇല്ലത്. നമുക്ക് കാര്യം നമുക്ക് മുകളിൽ കൊണ്ട് വേവിക്കാം. വന്ന് ഞാൻ പഞ്ചിന്റെ വെച്ചേക്കണത് പഞ്ച്. അതല്ലേ ഞാൻ പറഞ്ഞു. ഞാനോ ഓടി നടന്ന് അടുത്തോട്ട് വന്നതല്ലേ കേട്ടത്. ഇത് അവൻ തന്നെയാണോ? മറ്റേ പുള്ളിക്കാരന്റെ ബാധ വല്ലതും കയറിയതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇല്ല കൊച്ചിറക്കം തന്നെയാണ്. നീ കാണാത്തോണ്ടാണത്. പോത്തേക്ക് പറയില്ല. അയ്യോ എന്നെ തൂക്കിയത് പണ്ടാരക്കാലിന്. എനിക്ക് കാണാം. മോനെ ഒന്ന് ശാന്തമോ കാലൊക്കെ കണ്ടായിരുന്നില്ല ട്രാൻസ്ഫോം ആയത്.
ഡയമണ്ട് നീക്കി നോക്ക്. അയ്യോ എന്റെ പൊന്നി എന്തിനത് കൊറേ ഉണ്ടല്ലോ ഇത്. എത്ര കിട്ടി എനിക്ക് 6 ഉണ്ട് എന്റെ. ആ ഒരു ഡയമണ്ട് ഇത് എന്തിരിത്. അയ്യോ 12 ഡയമണ്ട് ആയി. ഡയമണ്ട് 6 ഉണ്ടാക്കാത്. സത്യം ചെക്കനെ കൊണ്ട് പോരുണ്ട് കേട്ടാ. ഓക്കെ ഗൈസ് മോളിലോട്ട് പോട്ടെ. സാധനങ്ങളൊക്കെ ഒന്ന് വേഗം ഞാൻ റിച്വലിന്റെ സംഭവങ്ങൾ സെറ്റ് ചെയ്യട്ടെ ഗൈസ്. നമ്മളിനി ഒരു സാമി ആവാൻ പോണെയാണ്. ഇവിടെ ഒരു ഗോൾഡ് ബ്ലോക്ക് വെക്കണം. നടക്കൊരു ഡയമണ്ടും വെക്കും. ഈ മരമൊക്കെ ഒന്ന് വെട്ടി പറ്റില്ല. കുറച്ച് അടിയിറക്കാൻ ഫൈറ്റ് സീൻ നടക്കാൻ പോകണം. ഫൈറ്റ് സീൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നില്ലെങ്കിലോ ഏത്. എന്നിട്ട് ഈ ചെറുക്കനെ ഉണ്ടല്ലോ, ചെറുക്കനെ ഈ ഡയമണ്ടിന്റെ അകത്താക്കണം. ഈ ഡയമണ്ട് ബ്ലോക്കിന്റെ താഴെ ആക്കണം. അതാണ് നമ്മുടെ ഗോൾ. ഓക്കെ എത്ര ഓക്കെ അവനെ കുഴിയിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് മൂടാം. ചെറുക്കനെ ആക്കുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു. നമുക്കൊരു വിഷമമുണ്ട്. നമ്മുടെ നല്ലൊരു പയ്യനായിരുന്നു. എനിക്കൊരു വിഷമവും ഇല്ല. മുടിഞ്ഞു പോട്ടെ ചാക്ക്. കുറച്ച് കുരുത്തേക്കാരുണ്ടായിരുന്നേ ഉള്ളൂ. 4 റെസ്റ്റോറന്റ് അടയ്ക്കണം. ഓക്കെ ഇനി ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയ കുഴി അല്ല ഒരു ബാത്തബ് പോലെ ഉണ്ടാക്കി ബാത്തബ്. ഓക്കെ ഗൈസ് കളടാ നിന്നില്ല. നമുക്ക് കുറച്ച് വെള്ളം കൂടെ എടുക്കണം. അല്ല ഇവനെങ്ങനെ നമ്മളിപ്പോ അടക്കം പൊട്ടാരെ വെള്ളം എടുത്തില്ലല്ലേ. ഓടി നിന്റെ ബാക്കി തോന്നുന്നു. എനിക്ക് തോന്നില്ല. എനിക്ക് തോന്നില്ല ഇവൻ അവനാണെന്ന്. ബ്ലോക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് അവണ്ടാന്ന്. എടാ അവൻ ഇവനുണ്ട്. ഞാൻ പറഞ്ഞില്ല കണ്ടോ. അവൻ ഇന്നസെന്റ് ആണ്. എമ്പക്കോ നമുക്ക് ഇവനോട് അടുത്തേക്ക് പോയാലോ. എന്റെ മൊഹമൊക്കെ മാറി കേട്ടോ. പോയി നീ ആ ഡയമണ്ട് ബ്ലോക്ക് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. എനിക്ക് അങ്ങോട്ട് ഓടാൻ പറ്റില്ലടാ. അയ്യോ പണ്ടാരം. അയ്യോ അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യാം. കാരണം ജോക്കറിനെ വിളിക്കാണ്ടോ ഗൈസ്. ജോക്കറിന്റെ മോനെ അടിക്കാൻ. അയ്യോ ഇവിടെ ഉണ്ടാ പണ്ടാരം. ഓക്കെ ഗൈസ് നമുക്ക് വീഡിയോ വെച്ച് എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ഈ പിള്ളേരെ ഇഷ്ടമല്ല. ഓക്കെ ബൈ.